ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോയിലായിരുന്നു സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോരുത്. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബദാം പിസിൻ അഥവാ ബദാം ഗമ്മാണ് കേട്ടോ. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഈ ഒരു സംഭവം നമുക്ക് ഓൺലൈനിലും അതുപോലെ തന്നെ മാർക്കറ്റിലൊക്കെ വളരെ വിലക്കുറവിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഇതുപോലെ ആയിരിക്കും ഇത് ഉണ്ടാവുക. ഇത് കാണാൻ നല്ല ഹാർഡാണെങ്കിൽ നമ്മൾ ഒരു ദിവസം മുഴുവനായിട്ട് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യുന്നതിലൂടെ നല്ല ജെല്ല് ടൈപ്പായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇത്രയും ഒന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്കൊന്ന് വെള്ളം ഒഴിച്ച് ഒരു ഓവർനൈറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് കേട്ടോ നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചധികം എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു 1-2 ഒക്കെ എടുത്താൽ തന്നെ ധാരാളമായിട്ട് നമുക്ക് സോക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും. ഇനി ഞാനിതൊന്ന് ഓവർനൈറ്റ് അടച്ചു വെക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നന്നായിട്ട് നമുക്ക് ജെല്ല് ടൈപ്പായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ലൈവായിട്ട് തന്നെ നിങ്ങളിവിടെ കാണുന്നുണ്ടല്ലോ. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്നാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഒരുപാട് ടിപ്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. എല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നില്ല. ഈ ഒരു അവസ്ഥയിലാണ് കേട്ടോ നമുക്ക് ഈ ബദാം ഗം കിട്ടുന്നത്. പ്രകൃതിദത്തമായ ഒരു ബോഡി കൂളന്റാണ് ബദാം പിസിൻ. വേനൽക്കാലത്ത് ശരീരത്തിൽ ഉണ്ടാകുന്ന ചൂടും ക്ഷീണവും അകറ്റി ഉന്മേഷം നൽകാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല മലബന്ധം, ഗ്യാസ്, ദഹനക്കേട് പോലുള്ള പ്രശ്നങ്ങൾ മാറാൻ ഇത് വളരെ നല്ലതാണ്. ദഹന പ്രക്രിയ സുഗമമാക്കാൻ നല്ലതാണ് കേട്ടോ. കാൽഷ്യത്തിൻ്റെ നല്ലൊരു ഉറവിടമാണ് ബദാം ഗം. ഇത് എല്ലുകളുടെയും സന്ധികളുടെയും ബലത്തിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ചർമ്മത്തിന് തിളക്കം നൽകാനും മുടി കൊഴിച്ചിൽ തടയാനും ഇതിലുള്ള പോഷകങ്ങൾ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല കേട്ടോ, ശരീരത്തിലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ശരീരത്തിൽ വിഷാംശം പുറന്തള്ളാൻ വേണ്ടിയിട്ടും ഒരുപാട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ബദാം പിസിൻ ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കുഞ്ഞു മക്കൾക്കും നമുക്കിത് കൊടുക്കാവുന്നതില്ലോ. ഇതിന് യാതൊരു ടേസ്റ്റും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൂൾ ഡ്രിങ്ക്സിൽ അതുപോലെ തന്നെ സാലഡിൽ, പായസത്തിലൊക്കെ ഇത് നമുക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു ഡ്രിങ്കാണ്. അതിന് വേണ്ടിയിട്ടൊരു മിക്സി ജാറിലേക്ക് ബദാം പിസിൻ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഫ്രീസ്ഡ് പാല്, കുറച്ച് പഞ്ചസാര, അതുപോലെ തന്നെ പിസ്ത എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് മക്കളൊക്കെ ഒരുപാട് ഇഷ്ടത്തോടെ കഴിച്ചോളും. അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളും അവർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചൂട് സമയത്താണ് നിങ്ങൾ ഇത് ഉണ്ടാക്കി കുടിക്കുന്നതെങ്കിൽ കുറച്ച് സബ്ജ സീഡ്സ് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും കേട്ടോ. തണുപ്പ് സമയത്താണെങ്കിൽ നിങ്ങൾ സബ്ജ സീഡ്സും ഫ്രീസ്ഡ് പാലൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് തിളപ്പിച്ചാറിയ പാല് നമുക്ക് അടിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. നമ്മൾ സാമ്പാറൊക്കെ വെക്കുന്ന സമയത്ത് ഇതുപോലെ എല്ലാ വെജിറ്റബിൾസും അരിഞ്ഞിട്ടിട്ടായിരിക്കും വെക്കുന്നത്. അതിലേക്ക് നമ്മൾ ഈ മുരിങ്ങക്കോലിട്ട് വെക്കുകയാണെങ്കിൽ അത് നൂലായിട്ട് നന്നായിട്ട് വെന്തൊരു പരുവത്തിലാവും. പിന്നെ നമുക്കത് കഴിക്കാൻ വേണ്ടിയിട്ടേ പറ്റുന്നുണ്ടാവില്ല. എന്നാൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മസാലകളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ആ മസാല വെള്ളത്തിൽ നിന്നും കുറച്ച് ഞാൻ ഈ മുരിങ്ങക്കായിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇത് വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരു രുചിയോ ടേസ്റ്റോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മസാല ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് മുരിങ്ങക്കായ് നന്നായിട്ട് വെന്ത് പോവുകയില്ല. ആ വെള്ളത്തിലായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. മാത്രമല്ല നമ്മൾ ഈ കുക്കറിലൊക്കെ പാചകം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരുമല്ലേ. അങ്ങനെയുള്ള ആ പ്രശ്നം തന്നെ നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, സാമ്പാർ ഉണ്ടാക്കിയിട്ട് കുക്കറിൻ്റെ മുകളിലേക്കോട്ട് ആ വെള്ളം വന്നിട്ടേ ഇല്ല. നമ്മൾ ആ വെച്ച് കൊടുത്ത പാത്രത്തിൻ്റെ അവിടെ വരെ വന്നിട്ടുള്ളൂ. നന്നായിട്ട് എന്നാൽ നമ്മളുടെ സാമ്പാർ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു തുള്ളി പോലും പതഞ്ഞ് പൊങ്ങിയിട്ടുമില്ല. എന്നാൽ നമ്മളുടെ മുരിങ്ങക്കായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുത്ത് ഒന്ന് കടുക് താളിച്ചെടുത്താൽ മതി. ഒരു നല്ല അടിപൊളി സാമ്പാർ നമുക്ക് റെഡിയായി കിട്ടുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫ്ലാക്സ് സീഡ് ആണ് കേട്ടോ. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്നാണിത്. ഏകദേശം 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ ഞാൻ കോൺഫ്ലവർ മാവാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ഫ്ലാക്സ് സീഡിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഇ തലയോട്ടിയിലെ രക്തയോട്ടം വർദ്ധിപ്പിച്ച് മുടിയുടെ ഫോളിക്കിളുകളെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇതിൽ ഉയർന്ന അളവിലുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ മുടി കൊഴിച്ചിൽ തടയാനും മുടി പൊട്ടുന്നത് ഒഴിവാക്കുന്നതുമാണ്. ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ തലയോട്ടിയിലെ വളർച്ചയും ചൊറിച്ചിലും അകറ്റി താരൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നു. ഫ്ലാക്സീഡ് ജെല്ലിൽ മുടിയിൽ പുരട്ടുന്നത് മുടിക്ക് നല്ല തിളക്കവും മൃദുത്വവും നൽകാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. മുടിയുടെ കോശങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്ന ഫ്രീ റാഡിക്കലുകളെ ഇല്ലാതാക്കി
അകാല നിരയെ തടയാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഫ്ലാക്സീഡ് ജെല്ല് നന്നായിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് തിളപ്പിച്ച് ഏകദേശം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സീഡ് ജെല്ലും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കട്ടിയാവാത്ത രീതിയിൽ ജസ്റ്റ് ഈ ഒരു ജെല്ല് ടൈപ്പിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ബദാം പിസിൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത് നമ്മുടെ മുടിക്ക് നല്ലൊരു കണ്ടീഷണർ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം കുളിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു 2 തവണയൊക്കെ ചെയ്ത് വരികയാണെങ്കിൽ അകാല നിര തടയാനും മുടി നന്നായിട്ട് വളരാനും വളരുന്ന മുടി നല്ല കരുത്തോടെയും കറുപ്പായിട്ടും വളരാനും ഒക്കെ സഹായിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. യാതൊരു കെമിക്കൽസും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുഞ്ഞു മക്കൾക്ക് വരെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. ഫ്ലാക്സീഡ് ജെല്ലൊക്കെ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കരിനെച്ചിയുടെ ഇലയാണ് കേട്ടോ. ഈ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കുന്നത്. ഇതുപോലെയാണ് അതിൻ്റെ പൂവുണ്ടാവുക. ഇല നന്നായിട്ട് നീളത്തിൽ ഈ രീതിയിലായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇത് വെറുതെ വെട്ടിക്കളയരുത്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. ഞാനിത് ഉപയോഗിച്ചിട്ട് നമ്മളുടെ വായിൽ അതുപോലെ തന്നെ വയറിലൊക്കെ ഉള്ള പുണ്ണിനെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നാണ് ഇവിടെ കാണിക്കുന്നത്. കരിനെച്ചി ഇലകളിലെ ഔഷധ ഗുണങ്ങൾ വായിലെ പുണ്ണുകൾ മൂലമുണ്ടാകുന്ന നീറ്റലും വേദനയും പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. ഇതിലുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ബാക്ടീരിയൽ ഘടകങ്ങൾ വായിലെ പുണ്ണിൽ ബാക്ടീരിയ പെരുകുന്നത് തടയുന്നുണ്ട്. വായിലെ മുറിവുകൾ ഉണക്കാനും നീര് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. വായിലെ പുണ്ണുകൾ ഉണ്ടാക്കുന്ന പ്രധാന കാരണങ്ങളിലൊന്നായ ദഹന കുറവ്, മലബന്ധം തുടങ്ങിയ വയറിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കരിനെച്ചി ഇലകൾ വളരെ നല്ലതാണ്. അപ്പോൾ അത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതിൻ്റെ കൂടെ ഞാൻ കുറച്ച് അയമോദകം കൂടെ എടുത്തിട്ടുണ്ട്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഇതിനും അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കാനും തടി കുറയ്ക്കാനും ആർത്തവവേദന കുറയ്ക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സന്ധിവേദനയ്ക്കും ശ്വാസകോശത്തിൻ്റെ പ്രശ്നത്തിനും അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിന് ചുളിവുകൾ പാടുകൾ അകറ്റി ചർമ്മം നല്ല തിളക്കമുള്ളതാക്കാനും വേണ്ടിയിട്ടും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ആരോഗ്യ ഗുണം അടങ്ങിയിട്ടുള്ളത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ അരിച്ചെടുത്ത് നമ്മൾ രാവിലെയും വൈകുന്നേരമായി 2 തവണ കുടിച്ചു വരിക, അല്ലെങ്കിൽ ഒന്ന് ഗാർഗിൾ ചെയ്ത് വരികയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വായിലെ പുണ്ണ് വയറിലെ പുണ്ണൊക്കെ ഒന്ന് ശമിക്കുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ചില സമയത്ത് നമ്മൾ വാട്ടർ ബോട്ടിൽസ് ഒക്കെ വാങ്ങിയിട്ട് പുതിയതാണെങ്കിൽ പോലും ചില വാട്ടർ ബോട്ടിൽസിന് വാസർ ഉണ്ടാവില്ലേ, ചിലതിന് ഒന്നും ഉണ്ടാവില്ല. എന്നാലും ഇതുപോലെ പുതിയതാണെങ്കിലും ലീക്ക് ആവുന്നതായിട്ട് നമുക്ക് കാണാം. ഇതുപോലെ പൊട്ടിയൊരു ബലൂൺ ഉണ്ടെങ്കിൽ അതിന് മുകൾ ഭാഗം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടൊരു റബ്ബർ ബാൻഡ് പോലെ ജസ്റ്റ് ഒന്ന് നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ബോട്ടിലിൻ്റെ ആ മുകൾ ഭാഗത്തായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു തുള്ളി പോലും വെള്ളം ലീക്ക് ആവില്ല. നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നോളും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വലിയ വില കൊടുത്ത് നമ്മൾ വാട്ടർ ബോട്ടിൽസ് ഒക്കെ വാങ്ങിയിട്ട് ഇതുപോലെ നമ്മൾ മക്കളൊക്കെ സ്കൂളിൽ കൊണ്ടുപോകും ബാഗും ബുക്കും എല്ലാം നനയുമല്ലേ. എന്നാൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ അടുത്ത് ബലൂൺ ഇല്ലെങ്കിൽ ജസ്റ്റ് റബ്ബർ ബാൻഡ് ഒരു 2 ഇട്ട് കൊടുത്താലും മതിയാവും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. കൈ വേദനിക്കാതെ കുഴയ്ക്കാതെ വളരെ എളുപ്പത്തിൽ എങ്ങനെ സേവനാഴിയും കൂടെ ഇല്ലാതെ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഏകദേശം 1 കപ്പ് അരിപ്പൊടിയിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് അടികനമുള്ള ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ വെള്ളം വറ്റിച്ചെടുക്കാം. ഇതുപോലെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മാവ് നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. 24 മണിക്കൂർ വെച്ചാൽ നല്ല സോഫ്റ്റ് ഇടിയപ്പമായിരിക്കും. ഇനി സേവനാഴി ഇല്ല, അതുപോലെ തന്നെ കുഴയ്ക്കണം, കഷ്ടപ്പെട്ട് പിഴിഞ്ഞെടുക്കണം എന്നൊക്കെ ബുദ്ധിമുട്ടുള്ളവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ എന്തായാലും എന്നും ഇടിയപ്പം തന്നെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് ഞാൻ ജസ്റ്റ് ഒന്ന് കൗണ്ടർ ടോപ്പിലിട്ടൊന്ന് മിക്സാക്കി എടുക്കുക മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ആ കാലിയായിട്ടുള്ളൊരു പാൽ കവറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് പാൽ കവറിൻ്റെ അടിയിലായിട്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കൈയൊന്നും വേദനിക്കാതെ നല്ല അടിപൊളിയായിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇട്ട് കൊടുത്ത സമയത്ത് ചെറുതായിട്ട് ഹോളൊന്ന് വലുതായി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുഞ്ഞു ഹോൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം നോക്കുക കേട്ടോ. ടൂത്ത് പിക്ക് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതിയാവും. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഹോളായിട്ട് അവിടെ ഇരുന്നോളും. വളരെ എളുപ്പത്തിൽ സേവനാഴി ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കിടിലൻ ടിപ്പ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും. അതുപോലെ സേവനാഴിയിൽ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് മുകളിലോട്ട് ആ മാവ് പൊന്തി വരുന്ന ആ പ്രോബ്ലം ഉണ്ടാവുമല്ലോ, അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ള ടിപ്പൊക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് വേണം എന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും അത് ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും.
അപ്പം ഞാൻ കുഞ്ഞു ഹോളിട്ടിട്ടും അതുപോലെ തന്നെ വലിയ ഹോളിട്ടിട്ടൊക്കെ ഇടിയപ്പം ഇവിടെ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നല്ല സോഫ്റ്റ് ഇടിയപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.